പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 13 നാം ഇങ്ങനെ വായിക്കുന്നു: വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതിനായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ കൽപ്പിച്ച് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി അയക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വേറെങ്ങും പോകാതെ യഹൂദന്മാരുടെ ഇടയിലേക്ക് പോകുവാൻ അവരെ ആഹ്വാനം ചെയ്ത് സുവിശേഷം ഘോഷിക്കാൻ നിർദ്ദേശിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. ഇങ്ങനെയുള്ള അത്ഭുത പ്രവൃത്തികളാൽ നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുക. നിങ്ങൾ കയ്യിലൊന്നും കരുതരുത്. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിലോ പട്ടണത്തിലോ ചെന്നാൽ അവിടെ യോഗ്യൻ ആരെ എന്ന് കണ്ടെത്തി അവിടെ പാർക്കുവീൻ. തുടർന്നുള്ള കാര്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നിങ്ങൾ ചെല്ലുന്ന ഭവനം, പാർക്കുന്ന ഭവനം, നിങ്ങളിൽ കുടികൊള്ളുന്ന സ്വർഗീയ സമാധാനം, വിടുതൽ, അനുഗ്രഹം, സൗഖ്യം, നന്മ, വളർച്ച, ഉയർച്ച, അനുഗ്രഹം എന്നിവ സ്വീകരിപ്പാൻ യോഗ്യത ഉണ്ട് എങ്കിൽ അത് ആ ഭവനത്തിന് ലഭിക്കും. അല്ല എങ്കിലോ അത് നിങ്ങളിലൂടെ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. 2024 ജൂലൈ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ആരാധനയ്ക്ക് പോകുന്നത് എന്തിനാ? ദശാംശം കൊടുക്കുന്നത് എന്തിനാ? സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്നത് എന്തിനു വേണ്ടിയാ? ഇതിന്റെ ഒക്കെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ദൈവം എന്നെ അനുഗ്രഹിക്കണം, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എന്റെ മക്കളെ അനുഗ്രഹിക്കണം, എന്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണം, ഒരു കുഴപ്പവും കൂടാതെ കാക്കണം. ഇതിനുവേണ്ടി മാത്രമാണ് 99% ഏത് സഭയപ്പെട്ട ക്രൈസ്തവരാണെങ്കിലും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും കൂട്ടായ്മ കൂടുന്നതും. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ അനുഗ്രഹവും സൗഖ്യവും വിടുതലും സമാധാനവും സന്തോഷവുമായിട്ട് കാലാകാലങ്ങളായി സ്വർഗത്തിലെ ദൂതന്മാർ, ദൈവമക്കൾ, ദൈവഭക്തർ, ദൈവദാസന്മാർ നമ്മുടെ ഭവനങ്ങളിൽ വരുന്നുണ്ട്, കയറി ഇറങ്ങുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മളത് തിരിച്ചറിയുന്നില്ല. മാത്രമല്ല, വചനം ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ കേട്ടതുപോലെ അത് സ്വീകരിപ്പാനുള്ള യോഗ്യത നിർഭാഗ്യവശാൽ നമുക്കില്ലാത്തതിനാൽ ഇവയൊന്നും നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ കരുതിയിരിക്കുന്നത് ഞാൻ ഞങ്ങളുടെ സഭയിലെ ട്രസ്റ്റിയാണ്, സെക്രട്ടറിയാണ്, ഗായക സംഘാംഗമാണ്, സൺഡേ സ്കൂൾ അധ്യാപകനാണ്, സഭയിലെ പല ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു,
എന്റെ അത്ര യോഗ്യത ആർക്കാണുള്ളത്? ഞാൻ വർഷാവർഷം സുവിശേഷ വേലയ്ക്ക് കൺവെൻഷനെ സ്പോൺസർ ചെയ്യുന്നു, മിഷൻ ട്രിപ്പ് നടത്തുന്നു, ഭവനം വെച്ചു കൊടുക്കുന്നു, സാധുക്കളായ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നു, പ്രത്യേകിച്ച് നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകുന്നു എന്നു വേണ്ട നിരവധി അനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എന്നോളം യോഗ്യത ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സഭയിൽ ആർക്കാണുള്ളത്? പ്രിയമുള്ളവരെ, ഇത് നമ്മൾ സ്വയം വിലയിട്ടിരിക്കുന്ന യോഗ്യതകളാണ്. പക്ഷെ ഇതൊന്നുമല്ല സ്വർഗത്തിലെ ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്നതും നമ്മിൽ നോക്കുന്നതും. അതുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളൊരു ഭവനത്തിൽ ചെന്നാൽ അവിടെ പാർപ്പീൻ. ആ ഭവനത്തിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം, സമാധാനം, നന്മ ആ ഭവനത്തിൽ, ആ കുടുംബത്തിൽ ലഭ്യമാകും. അല്ല എങ്കിലോ നിങ്ങളിലൂടെ അതിങ്ങി മടങ്ങിപ്പോരും. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അബ്രഹാമിന്റെ ഭവനമായ മമ്രയുടെ തോപ്പിൽ 3 ദൂതന്മാർ ചെന്ന് അനുഗ്രഹിച്ചതുപോലെ ജീവജലം സ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെ കുടുംബത്തിലും സ്വർഗത്തിലെ ദൈവം വന്ന് അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹം കൈകളിൽ ഏന്തുവാൻ, ഭവനങ്ങൾ സ്വീകരിപ്പാൻ നിങ്ങളുടെ മക്കൾ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും, നിങ്ങളുടെ യാത്രകൾ എവിടെയാണെങ്കിലും, നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എവിടെയാണെങ്കിലും അവിടെ ആ അനുഗ്രഹം പ്രവർത്തിക്കുവാൻ, വർക്കൗട്ട് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ചുരുക്കത്തിൽ ഒരു ദൈവപൈതൽ പ്രാർത്ഥിക്കുന്ന സകല അനുഗ്രഹങ്ങളും ദൈവവും ദൈവദാസന്മാരും ദൂതന്മാരും നിങ്ങളുടെ ഭവനം സന്ദർശിക്കുമ്പോൾ ലഭിക്കേണ്ടുന്നതായ മുഴുവൻ അനുഗ്രഹങ്ങളും ഒട്ടും ചോർന്നു പോകാതെ, ഒട്ടും മടങ്ങിപ്പോകാതെ നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക് പ്രവഹിക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം ഒരു തിരിച്ചറിവായി, ഒരു ചൂണ്ടുപലകയായി തീരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവമക്കൾ കാലുകുത്തട്ടെ, ദൈവവചനം വായിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ആരാധന നടക്കട്ടെ, അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടട്ടെ. ഒട്ടും നഷ്ടമായി തിരിച്ചു പോകാതെ മുഴുവൻ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ സന്തതിയുടെ മേൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ തമ്പുരാൻ ചൊരിയട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സൗഖ്യത്തിന്റെയും ദിനമാവട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേലും ദൈവം ഇടപെടട്ടെ, തന്റെ അനുഗ്രഹത്തെ വർഷിപ്പിക്കട്ടെ. അങ്ങനെ നന്മ നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ, സമ്പൽ സമൃദ്ധി നിറഞ്ഞ, ആത്മീയ കൃപകളും കൃപാവരങ്ങളാലും നിറയപ്പെട്ട ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി, ഒരു സാക്ഷ്യമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് കടന്നു വരുമ്പോൾ, ദൂതന്മാർ കടന്നു വരുമ്പോൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവിക ഭക്തന്മാർ കടന്നു വന്ന് ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ഒട്ടും നഷ്ടമാകാതെ, ഒട്ടും മടങ്ങിപ്പോകാതെ ഞങ്ങളെയും, ഞങ്ങളുടെ ഭവനത്തെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾ കണക്കാക്കുന്ന യോഗ്യതകളല്ല ദൈവത്തിന്റെ യോഗ്യതയെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. വചനപ്രകാരമുള്ള യോഗ്യത നേടി സകല അനുഗ്രഹങ്ങളും പ്രാപിച്ച് കർത്താവിനെ സേവിപ്പാൻ, സാക്ഷിപ്പാൻ ലോകമെമ്പാടും അങ്ങയുടെ നല്ല സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന്
യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, നമ്മുടെ ഭവനത്തിൽ സ്വർഗീയ സന്ദർശനം നടക്കുന്നു. അത് പലപ്പോഴും നാം അറിയുന്നില്ല. അറിയാത്തതിന്റെ കാരണം നാം വചനപ്രകാരമുള്ള യോഗ്യത നേടാത്തത് കൊണ്ടാണ്. ആ യോഗ്യത നേടിയാൽ നമുക്ക് മുഴുവൻ അനുഗ്രഹങ്ങളും കിട്ടും. അപ്പോൾ നമുക്കറിയാം തമ്പുരാൻ നമ്മുടെ ഭവനം സന്ദർശിച്ചിരിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം കുറിക്കൊള്ളുക. ഈ വചനം ആവർത്തിച്ച് കേൾക്കുക, വായിക്കുക, ഈ യോഗ്യത നേടുക. അങ്ങനെ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ജ്വലിക്കുന്ന ജ്യോതിസ്സുകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഇന്നത്തെ ദിനം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.